സോ ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അത്യാവശ്യം നല്ല ട്രേഡ് എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാൻ ഇതായിരുന്നു അല്ലേ? യെസ്. പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്ലാൻ അല്ലേ? ഇവിടെ ടേക്ക് എൽ ടി എഫ് കൺഫർമേഷൻ ടു ഡൗൺ സൈഡ്. പക്ഷേ ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 50,561 എന്നുള്ള പ്രൈസിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോണായിരുന്നു അല്ലേ? സോ മാർക്കറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് രാവിലെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അതിൻ്റെ ക്ലോസ് ആണ് അല്ലേ? യെസ്. അതിൻ്റെ ക്ലോസ് ശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ടുള്ള മൊമെൻറ്റം 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് വരികയാണെങ്കിൽ യെസ് കണ്ടോ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് നമ്മൾ ഗ്യാപ്പ് അപ്പ് വരുന്ന സിനാരിയോ ആണെങ്കിലും എന്താ യൂസ് ചെയ്യേണ്ടത്? SNR ലെവൽസ് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് സെറ്റപ്പ് നമുക്ക് നോക്കാവുന്നതാണ് അല്ലേ? സോ ഇവിടെ ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് രാവിലെ തന്നെ മോർണിംഗ് തന്നെ ഓപ്പൺ ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് വന്നു വെക്കുകയും അവിടെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് റീടെസ്റ്റ് തന്നു. ത്രൂ ഔട്ട് മാർക്കറ്റ് എത്ര പോയിന്റ് മൂവ് ചെയ്തു അതിനുശേഷം പ്രോപ്പറായിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 400% മൊമെൻറ്റം മാർക്കറ്റ് പ്രോപ്പറായിട്ട് അവിടെ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 50,500 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിൽ നിന്ന് ഏകദേശം അടുത്തൊരു സൈക്കോളജിക്കൽ സോൺ കൺസിഡർ ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം 1000 പോയിൻറ്റ്സ് ഇവിടെയാണ് നമുക്ക് നമ്മുടെ SNR ലെവൽസ് കൺസിഡർ ചെയ്യുക അല്ലേ? സോ ആ ലെവലിലേക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് വന്നോ, എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ് നോക്കാം. ഫൈൻ. മാർക്കറ്റ് ത്രൂ ഔട്ട് ബുള്ളിഷായി നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടാർഗറ്റിനെ സിമ്പിളായിട്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? 1 മിനിറ്റിൽ സിമ്പിളായിട്ട് ക്രോസ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്. സോ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കറക്റ്റ് ആ ഒരു സോണിൽ നിന്ന് നല്ല റിജക്ഷൻ തന്നു. സോ പിന്നീട് മാർക്കറ്റ് കണ്ടിന്യൂഷൻ ഈ ഒരു താഴേക്ക് വന്ന കണ്ടീഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിലെ കറക്ഷൻ മാർക്കറ്റ് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലേ? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. സോ എഗെയിൻ താഴേക്ക് വന്നു. സോ ഇനി കണ്ടിന്യൂഷൻ തന്നെയാണ് മാർക്കറ്റിലുള്ളത്, വേറെ ഒന്നുമില്ല. സോ ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാം 50,561 എന്നുള്ള പ്രൈസിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് ഓൾറെഡി വന്നിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 15 മിനിറ്റിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇമ്പൾസീവായിട്ട് മൂവ് ചെയ്തു. സോ ഇനി ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. യെസ്. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എഗെയിൻ ഇതിനെ ബ്രേക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തതായിട്ട് കാണാം അല്ലേ? സോ റീടെസ്റ്റ് ഇന്ന് ഓൾറെഡി മാർക്കറ്റ് പോയിട്ടുള്ള ബ്രേക്ക്ഔട്ടിൻ്റെയൊക്കെ റീടെസ്റ്റ് മാർക്കറ്റ് തന്നു. സോ നമുക്ക് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ അപ്ഡേറ്റ്സ് തരാൻ വേണ്ടി പറ്റുന്നില്ല. സോ നെക്സ്റ്റ് ഡേ മുതൽ പ്രോപ്പർ ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. 1 വീക്കായിട്ട് ഭയങ്കര ഇഷ്യൂസാണ്. യെസ്. നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് പ്ലാൻ നോക്കുകയാണെങ്കിൽ യെസ് ആദ്യം നമുക്ക് ഡെയിലിയിലേക്ക് നോക്കാം. ഡെയിലി കണ്ടോ പ്രോപ്പറായിട്ട് മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കോർഡിനേഷൻ മറക്കണ്ട. ഈ ബ്രേക്ക് ഔട്ടിൽ ഫ്യൂച്ചറും കൂടി തന്നിട്ടുണ്ടോ എന്നുള്ളത് കോർഡിനേറ്റ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. യെസ്. ഇതാണ് കറൻ്റ്ലി മാർക്കറ്റിൻ്റെ ഒരു ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു ലോ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക ഈ ഒരു സോൺ. യെസ്. അപ്പോൾ അതിനുശേഷം 15 മിനിറ്റിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന സോണിൽ നിന്ന് മാർക്കറ്റ് ഇൻ കേസ് റിവേഴ്സൽ സിഗ്നൽ തന്നെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ 15 മിനിറ്റിൽ ട്രെൻഡ് റിവേഴ്സൽ തന്നെ, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ഓൾറെഡി ഹൈ ആണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് ത്രൂ ഔട്ട് നമ്മൾ ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ് ആയിട്ട് സൈക്കോളജിക്കൽ ടു സൈക്കോളജിക്കൽ കൺസിഡർ ചെയ്യാം. മനസ്സിലാവും? ഇവിടെ ഒരു മേജറായിട്ട് ഡിമാൻഡ് കൺസിഡർ ചെയ്യാം. ഇതാണ് നമുക്ക് മേജറായിട്ടൊരു ബൈയിങ് സോണായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക. യെസ് കണ്ടോ, ഇതാണ് മേജറായിട്ടൊരു ബൈയിങ് സോണായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാം. സോ എഗെയിൻ ഇതാണ് ഹൈ. സോ ഇക്വിലിബ്രിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മേജർ ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ യെസ് ഓൾറെഡി ടാപ്ഡ് ആണ് മാർക്കറ്റ്. യെസ് കണ്ടോ, അപ്പോൾ മേജർ ബൈയിങ് സോണിലാണ് മാർക്കറ്റ് ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുള്ളത്. സോ കറൻ്റ്ലി നമുക്കൊരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കാം അല്ലേ? യെസ്. ഇതാണ് കറൻ്റ്ലി നമുക്കുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടിന്യൂഷനാണ്. അതല്ല എഗെയിൻ താഴേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 2 ലെവൽസ് പ്ലോട്ട് ചെയ്ത് വെക്കാം. എഗെയിൻ
ഈ ഒരു ലെവല് നോക്കുക. ഈ 4 ലെവൽസ് നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഇവിടെ മാർക്കറ്റ് ഓൾറെഡി താഴേക്ക് വന്നേക്കാണ്. നാളെ ഇവിടെ ഈ നിൽക്കുന്ന സോണിൽ നിന്ന് ഒരു LTF കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്സൈഡിലേക്ക്. ലോ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു റിവേഴ്സൽ നമുക്ക് നോക്കാം. ലോ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി റിവേഴ്സലായിട്ടില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെ നോക്കാം, 1 മിനിറ്റിൽ ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് തന്നു നിൽക്കുക. കണ്ടോ, താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്നു നിൽക്കുകയാണ്. സോ ഈ ഒരു ലെവൽ കേട്ടോ 1 മിനിറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഈ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റെഡ് കളർ കൊടുക്കാം. നിങ്ങൾക്ക് അപ്സൈഡിലേക്ക് തന്നെ കണ്ടിന്യൂഷൻ നോക്കാം കേട്ടോ. ഈ ഒരു ഹൈ ഒക്കെ ടാർഗറ്റ് ചെയ്യാം, ഈ ഹൈനെയൊക്കെ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ അത് തന്നെ ഏകദേശം ഒരു എത്ര പോയിന്റ് ഉണ്ട്, ഏകദേശം ഒരു 469 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡിലേക്ക് തന്നെ കണ്ടിന്യൂഷൻ. സോ അതല്ല മാർക്കറ്റ് 2 ലൈനിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സെയിം സിനാരിയോ നിങ്ങൾ നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാത്തവർ, ട്രെൻഡ് റിവേഴ്സൽ ആവാത്തവരെ ഡൗൺ സൈഡിലേക്ക് നോക്കുക, ആയിക്കഴിഞ്ഞ് മാത്രമേ മേളിലേക്ക് നോക്കുക. മനസ്സിലാവും. ഇനി ഇത് ഇൻ കേസ് 15 മിനിറ്റ് ലോയിനെ ക്രോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള 2 ലെവൽസ്. മേജറായിട്ടുള്ള ലെവൽസ് നോക്കിയാൽ 51, 278, 51, 112, അതുപോലെ 50,827, 50,591. ഇതാണ് മേജർ ലെവൽസ്. സോ ഇതിനെ മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ താഴെ ഒരു ക്യാൻഡിൽ, ഇതിന് താഴെ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ ഒരു ക്യാൻഡിൽ ക്ലോസ് താഴെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ട്രെൻഡ് റിവേഴ്സലാണ്. പിന്നീട് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു കറക്ഷൻ നമുക്ക് നോക്കാവുന്നതാണ്. മനസ്സിലായോ? ഇവിടെ നിന്ന് റിവേഴ്സലാവുകയാണെങ്കിലുള്ള കേസാണ്. സോ നിങ്ങൾ നോക്കുക. ആ സമയത്ത് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ പറയുന്ന 2 ലെവൽസിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. സോ അറൗണ്ട് എത്ര പോയിന്റ്സ് ഉണ്ടാവും? സോ ഇവിടെ നിന്ന് മാർക്കറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ഒരു 1598 പോയിന്റ്സിൻ്റെ ഒരു ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇത് നോക്കുക, ഈ പറയുന്ന ലെവൽ നോക്കുക. ഇതാണ് നമ്മളുടെ മേജർ നാളത്തേക്കുള്ള ലെവൽസ്, ഇതൊക്കെയാണ്. സോ ഇതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്സൈഡിലേക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂഷൻ തന്നെ ഇവിടെ നോക്കാം. ഈ സോണിൽ ഒരു ലോ ടൈം ഫ്രെയിം എന്തായാലും റിവേഴ്സൽ പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് അത് തന്നില്ലെങ്കിൽ താഴേക്ക് തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് കറൻ്റ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും നോക്കുക, കോർഡിനേഷൻ മറക്കണ്ട. നിങ്ങൾ പ്രോപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ കോർഡിനേഷനും കൂടെ നോക്കുക. ബ്രേക്ക് ഔട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഡെയിലുള്ള ബ്രേക്ക് ഔട്ടൊക്കെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, പ്രോപ്പറായിട്ട് ഇവിടെ ഫ്യൂച്ചേഴ്സിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല. സോ മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആവാം, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടില്ല. സോ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ 15 മിനിറ്റിൻ്റെ കോർഡിനേഷൻ എടുത്ത് എല്ലാവരും കോർഡിനേഷൻ കൂടെ നോക്കിയിട്ട് വേണം ഈ പറയുന്ന പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ പ്ലാൻസ് മറക്കണ്ട. ഇതാണ് കറൻ്റ്ലി കണ്ടീഷൻ. 2 കേസസ് ആണ്. മാർക്കറ്റ് ഇവിടെ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് 2 കാര്യത്തിൽ നോക്കിയാൽ ഒന്ന് ഇവിടെ വരാൻ, ഇതിനുള്ളിൽ റിവേഴ്സൽ പോസിബിലിറ്റി ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ നിന്ന് അല്ലേ, ഇവിടെ നിന്ന് മേളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതല്ലെങ്കിലോ ഇവിടെ നിന്ന് മേളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ ക്രോസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം ട്രേഡ്സിൽ കയറാം. ഓക്കെ, ഇവിടെ ഒരു റെഡ് കിടക്കട്ടെ. ഇവിടെ 2 കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കയറാം. LTF കൺഫർമേഷൻ കിട്ടിയാൽ കയറാം. 1 മിനിറ്റിലോ 3 മിനിറ്റിലോ ഏത് ടൈം ഫ്രെയിമിലോ, അത് നിങ്ങളുടെ ഏതാണോ നോക്കുന്ന ആ ടൈം ഫ്രെയിം നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ കഥയൊന്നുമില്ല. അടുത്ത ദിവസത്തിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.